കണി കണ്ടുണരുന്ന ഈ വിഷുപ്പുലരി ഒളിമങ്ങാത്ത ഓർമ്മയുടെ കണിവയ്പ് കൂടിയാണ് സമ്മാനിക്കുന്നത്. ഗൃഹാതുരതയുടെ ഊഷ്മളതയിൽ ഓരോ വിഷുക്കാലവും അണയത്തു വരുമ്പോൾ ജീവിതത്തിൽ ഇരുളു വെളിച്ചം പകർന്ന നിമിഷങ്ങൾ വീണ്ടും ചായം തേച്ചൊരുങ്ങും. ചിലപ്പോൾ മിഴുനിറയ്ക്കാൻ, അല്ലെങ്കിൽ അകം നിറയ്ക്കാൻ എത്തുന്ന ഒരാൾക്കായി ഒരു തിരുനാളവുമായി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കൊപ്പമാവട്ടെ നമ്മുടെ ഈ വിഷു. കൃഷ്ണ, എന്റെ കൃഷ്ണ, ഭഗവാനെ കാത്തോളണേ. സരസ്വതി, വായോ. നേരെ തൊഴുതോളൂ. കൃഷ്ണ, ദാ കൈനീട്ടം. ഇനി നമുക്ക് മക്കളെ വിളിക്കാം. നമുക്ക് ഒരുമിച്ച് പോയി വിളിക്കാം. വാ. ചിന്നു, പൊന്നു, എണീക്ക്. മക്കളെ, എന്താ അമ്മ ഇത്? കണ്ണു തുറക്കല്ലേ. ആ വാ, കണ്ണു തുറക്കാതെ എണീക്ക്. വാ, എഴുന്നേക്ക്. അച്ഛാ, വാ. കണ്ണ്. കണ്ണു തുറക്കല്ലേ. വാ. നേരെ. കണ്ണു തുറക്കല്ലേ. തൊഴുതോളൂ. അച്ഛാ, ആ? ഞങ്ങൾക്ക് കൈനീട്ടമില്ലേ? ഒരു വർഷത്തേക്കുള്ള കണിയായത്. നന്നായി കണ്ട് രണ്ടുപേരും ഇത് ഉള്ളിൽ നിറച്ചാട്ടെ. കൈനീട്ടം അച്ഛൻ തരും. ദാ, മൂക്കുള്ള കൈനീട്ടം. ദാ, മോളുടെ. എന്റെ കൃഷ്ണ, ഭഗവാനെ, ഈ ധനം ലക്ഷ്മി ദേവിയാണ്. ധർമ്മമുള്ളിടത്ത് ഈ ധനം സമ്പത്ത് വർദ്ധിപ്പിക്കും, തീർച്ച. നന്നായി പ്രാർത്ഥിച്ചു. ഭഗവാനെ. അച്ഛാ, ഈ കണി എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത് കേൾക്കണം, നല്ലത് കാണണം എന്നുള്ള നമ്മുടെ ഉദാത്തമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് കണി. നയനാനന്ദമായ ഒരു കാഴ്ചയാണ് കണി. കണ്ണനെ കാണുന്നതിനൊപ്പം നമ്മുടെ അധ്വാനത്തിന്റെ ഫലവും കണിയാവുന്നു. ഐശ്വര്യമുള്ളതിന്റെ കണി നമ്മുടെ ജീവിതത്തെയും ഐശ്വര്യപൂർണ്ണമാക്കുന്നു. നിങ്ങൾ പോയി കുളിച്ചിട്ട് വരും, എന്നിട്ടാവാം ഇനിയുള്ള വിഷു ആഘോഷം. ചേച്ചി, എന്നെ കൂടെ ഇങ്ങോട്ടിറങ്ങി. ചേച്ചി, അങ്ങ് മോളീന്ന്. ഇതോ? അത് അത് തന്നെയല്ലേ ഞാനും നോക്കുന്നേ.
അത് ചെറുതാ, അങ്ങ് മോളീന്ന്. ദൈവോ, എനിക്ക് ഇപ്പൊ പറിക്കാം. എനിക്ക് ആ ചേച്ചി ഇത് മതി ചേച്ചി, വാ. വാ. മക്കളെ, ആ അച്ഛാ, ഈ കണിക്കൊന്നപ്പൂ എന്തുകൊണ്ടാ കണിക്കെടുക്കുന്നത്? മഞ്ഞ നിറത്തിലുള്ള വകകൾ വിഷുവിന് പ്രാധാന്യമാണ്. ഉം. സമൃദ്ധിയുടെ പ്രതീകമാണ് മഞ്ഞ നിറം. പരിപക്വമായ ഫലത്തിന്റെ നിറവും മഞ്ഞ തന്നെ. ഉം. സ്വർണം, മഞ്ഞൾ, മഞ്ഞവെള്ളരി, മഞ്ഞപ്പട്ട് ഇവയോടൊപ്പം മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂ കൂടി ചേരുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറവ് പകരുന്നു. വിഷുക്കാലത്ത് പൂക്കുന്ന കൊന്നയിലെ ഇലകളേക്കാൾ പൂവാണുള്ളത്. ഈ ഒരു സങ്കല്പം സമൃദ്ധിയുടെ പൊലിമയെ കുറിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയ്യപ്പ പണിക്കരുടെ കവിത? എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ. അതെ, ആ? അച്ഛനും മക്കളും കവിത പാടുന്ന കൂട്ടത്തിൽ ഈ വിഷുവട കൂടി കഴിച്ചാട്ടെ. പിന്നെന്താ, കൊണ്ടുവാ. വാ ചേച്ചി. വാ മക്കളെ. അമ്മ എനിക്ക്, ആ തരാം. അല്ല അമ്മ, എനിക്ക് ആദ്യം. അമ്മ എനിക്ക്, ഇത് നോക്ക്. എനിക്ക്. ഇതാ. വരൂ. ഇന്നലെ കണി വെച്ചപ്പോ വിഷുവിൽ കണ്ണന്റെ പ്രാധാന്യം ചോദിച്ചില്ലേ? അത് പറയട്ടെ. ആ പറയച്ചാ. വിഷു ഒരു കാർഷികോത്സവമാണ്. തങ്ങൾ അധ്വാനിച്ച് ചെയ്യുന്ന കൃഷിക്ക് നല്ല ഫലം തരുന്നത് ഈശ്വരനാണ്. അങ്ങനെ ഈശ്വരകാരുണ്യം കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ ഫലങ്ങളും സർവവ്യാപിയായ ഭഗവാന് കാഴ്ചവെക്കുന്നു അഥവാ സമർപ്പിക്കുന്നു. ആ ഈശ്വരനെ മുഖ്യമായും തുടർന്ന് ഫലങ്ങളും കണി കണ്ടു തൊഴുമ്പോൾ എല്ലാത്തിനും കാര്യകാരണമാകുന്ന സത്യത്തെയും വിഭവങ്ങളിലൂടെ കർമ്മബലത്തെയും അറിയുന്നു. എല്ലാത്തിനും ചൈതന്യമായി വർത്തിക്കുന്ന ഈശ്വരനിലാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത്. അതറിയുന്നതാണ് യഥാർത്ഥ കണി കാണൽ. സമർത്ഥമായ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറവ് അങ്ങനെയാണ് ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. നിങ്ങളുടെ കഥ കേട്ട് നിന്നാലേ വിഷുസദ്യ കഴിക്കും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പായസം വേണോട്ടോ? പിന്നെന്താ, പായസം തരാലോ. എന്നാ ഇനി നിങ്ങൾ കളിക്കും. ഞാനും അടുക്കളയിലൊന്ന് കൂടിയിട്ട് വരാം. പതുക്കെ സൂക്ഷിച്ച്. ഇല്ല, കുഴപ്പമില്ല. പതുക്കെ പോടി. എടി ഓടല്ലേ. എടി നിക്ക്. എടി നിക്കടി. വിടേ. ഇത് ചേച്ചി. വിടത്തില്ല. വിട്. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്റെ മോൾ ഓടണ്ട. മക്കളെ ആ സൂക്ഷിക്കണേ. അച്ഛനെങ്ങനെ പറയാ, ഞാൻ നിന്നെ വിടത്തില്ലേ. അച്ഛാ, കണി കാണുന്നില്ലേ അച്ഛാ? ഇങ്ങനെ ഇരുന്നാ എങ്ങനാ? ചെല്ല, ചെന്ന് കാണി കാണോ. അച്ഛാ, ഞങ്ങൾക്ക് കൈനീട്ടമില്ലേ?
കാരുണ്യക്കനി കണ്ണിറയെ കാണേണം കൈവല്യപ്പൊരുളേ കൊന്നപ്പൂക്കണീകും കാരുണ്യക്കനി കണ്ണിറയെ കാണേണം കൈവല്യപ്പൊരുളേ ജന്മങ്ങളായുള്ള അറിയാത്തൊരാത്മരൂപം മുൻപിൽ തെളിഞ്ഞതു ഭാഗ്യപ്പൂനിറവ് ജന്മങ്ങളായുള്ള അറിയാത്തൊരാത്മരൂപം മുൻപിൽ തെളിഞ്ഞതു ഭാഗ്യപ്പൂനിറവ് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ